നമസ്കാരം. ശുക്രസംക്രമണം കഴിഞ്ഞിരിക്കുന്നതായ സമയമാണ് ഇത്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പ്രധാനമായും പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രങ്ങളിലുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ചില സവിശേഷമായ കാര്യങ്ങൾ ആ വീടുകളിൽ വന്നു ചേരും. അതിനാൽ തന്നെ തീർച്ചയായും അത് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായി മാറുകയും ചെയ്യും. ജീവിതത്തിൽ ഉയർച്ചയും പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും തേടിയെത്തുവാൻ സാധ്യത കൂടുതലാകുന്നു. ഏതെല്ലാം സ്ത്രീ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും അത് ആ വീടിന് ഏറ്റവും ശുഭകരമായി ഭവിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഏറ്റവും ശുഭകരമായ സമയം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ പല കാര്യങ്ങളും സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികം അതിശക്തമായി തന്നെ വന്നു ചേരാം. അതായത് കൈകളിലേക്ക് ധനം അത് പല വഴികളിലൂടെയും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് ലോണുമായി ബന്ധപ്പെട്ടോ ചിട്ടിയുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലാകുവാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാകുന്നു. അല്ലെങ്കിൽ കുടുംബത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഉയർച്ചകൾ വന്ന് ചേരാവുന്നതാകുന്നു. അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകരമാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ഒരു പരിഹാരം ലഭിക്കുന്നതായ സമയമോ അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ മനസാന്നിധ്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. പലപ്പോഴും ആഗ്രഹിച്ചതായ വിജയങ്ങളോ നേട്ടങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങൾക്ക് മാത്രമല്ല കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ജോലിയിൽ മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാനും അഭിനന്ദനം നേടുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിലെ ഏവർക്കും സന്തോഷം പകർന്നു നൽകുവാനും അവരോടൊപ്പം നിൽക്കുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. സന്തോഷകരമായ യാത്രകൾക്കും ശുഭകരമായ കാര്യങ്ങൾക്കും ശുഭവാർത്തകൾ കേൾക്കുവാനും ഈ സമയം സാധ്യത വളരെ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ്. ശുക്രസംക്രമം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ നൽകുന്ന സമയമാകുന്നു. പ്രധാനമായും നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം. ദുഃഖങ്ങൾ എപ്രകാരം പരിഹരിക്കാം, മനസ്സിൽ വന്നു ചേർന്നിട്ടുള്ളതായ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഐശ്വര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പല കാര്യങ്ങളും അത്തരത്തിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ അത് സാധിക്കും. അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് മാറുന്നതായ അവസരമാണ് ഇത്. അത് നിങ്ങൾക്ക് തന്നെ ആകണം എന്നില്ല. കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവ്, സന്താനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് മാറുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്പം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും.
അനുകൂലമായ സമയങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ അനാവശ്യമായ തിടുക്കം, മറ്റൊരു വ്യക്തിയുടെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോവുക, കൂടുതൽ പഠിക്കാതെ തന്നെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ നഷ്ടം സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ. ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ലക്ഷ്മി നാരായണന്മാരെ ഈ സമയം ആരാധിക്കുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സൗഭാഗ്യം അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് ഇത്. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നതായ ദിവസങ്ങളാണ് ഇത്. ശുക്ര സംക്രമണത്താൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. തീർച്ചയായും ഈ സ്ത്രീകൾക്ക്, ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ആ വീട്ടിലെ അംഗങ്ങൾക്ക് സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്നതായ സമയം. ഇവരുടെ ജീവിതത്തിൽ ഇവർക്കും കുടുംബാംഗങ്ങൾക്കും രക്ഷ നേടുവാൻ സാധിക്കുന്നതായ സമയങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി തീരാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഏത് കാര്യത്തിലും സന്തോഷം നിലനിൽക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. പല രീതിയിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത് മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ ആണ് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നേട്ടങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കാവുന്ന സമയം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ഭർത്താവോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ടോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി കാത്തിരിക്കുന്നതായ ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. എന്നിരുന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കൂ. അനാവശ്യമായ തിടുക്കം, പലരുടെയും വാക്കുകൾ കേട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുക, അമിതമായി ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നത് മൂലം പല രീതിയിലുള്ള കഷ്ടതകൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ധനം ചതിയിലൂടെ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ പ്രശ്നങ്ങളാണ് ഇത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സഹായധനം ലഭിക്കാം. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കൂടാതെ വളരെ നാളായി കൊടുത്തിരിക്കുന്ന കൈവായ്പ തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഏതൊരു മാറ്റവും നിങ്ങൾക്ക് സാമ്പത്തികവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ നൽകും. കുടുംബത്തിനും സ്വയവും സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പരമശിവനെയും ലക്ഷ്മി നാരായണന്മാരെയും ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി വിശാഖം നക്ഷത്രക്കാരെ പരാമർശിക്കാം. വിശാഖം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സമയം പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാം. കൂടാതെ ഈ സമയം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ശുക്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൂടി അനുകൂലമായി മാറ്റും. പിരിഞ്ഞു കഴിയുന്ന ദമ്പതിമാർക്ക് ഒരുമിച്ച് നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. മുന്നിട്ടിറങ്ങുക തന്നെ വേണം. എന്നാൽ
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഭർത്താവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാം. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ധനനേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. എന്നാൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളിലും നിക്ഷേപിക്കുമ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടൂ. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അതിനാൽ തന്നെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം അമിതമായ തിടുക്കം അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കാം. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിക്കാതെ മറ്റു വ്യക്തികളുടെ വാക്കുകൾ കേട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും ധനനഷ്ടം വന്നു ചേരാം. ഈ സമയം അത്തരം കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ കണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള സാധ്യതകളുണ്ട്. യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക രംഗം അല്പം കൂടി മെച്ചപ്പെടുന്നതായ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഭർത്താവുമായി ബന്ധപ്പെട്ടോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് മാറ്റങ്ങൾ. ഈ സമയം അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല ശത്രുക്കളെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. അതിനാൽ ശുക്രമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും. ഈ സമയം വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതിനോടൊപ്പം പരമശിവനെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ നേട്ടങ്ങൾക്കുള്ള ഒരു സമയമാകുന്നു. ഭാഗ്യസമയമാണ് എന്ന് തന്നെ പറയാം. കാരണം ശുക്ര സംക്രമത്താൽ ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നുകൂടി അറിയുക. പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട്. മനസ്സിൽ പലതും സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ചിലത് പുറത്ത് പറഞ്ഞിട്ടില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ചിലത് മറക്കേണ്ട സമയമായി അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട സമയമായി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാം. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും മനസ്സിൽ വരുന്ന ഇത്തരം ക്ലേശങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണും. അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ അകലും. പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ശുക്ര സംക്രമണത്താൽ വന്നു ചേർന്നിരിക്കുന്നത്. ശുക്രന്റെ കടാക്ഷത്താൽ തന്നെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, സമാധാനം, സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമല്ല കുടുംബത്തിലെ അംഗങ്ങൾക്കും വന്നു ചേരാം. അത് ഭർത്താവുമായി ബന്ധപ്പെട്ടാകാം, അതല്ല സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാകാം, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം സന്തോഷം, മനസ്സമാധാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിലുള്ള അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. അല്പം ശ്രമകരമാണ് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾക്കായി ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ സമാധാനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. ക്ഷേത്ര ദർശനത്തിനും അതേപോലെ മറ്റ് യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാണ്. ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. കൈവായ്പ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ധനം, ചിട്ടി, സഹായധനം എന്നിവ വന്നു ചേരാം. വളരെ കാലമായി നൽകിയിരിക്കുന്ന ധനം തിരികെ കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഈ സമയം പരമശിവനെയും ലക്ഷ്മി നാരായണന്മാരെയും ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ഭവിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം
ശുക്ര സംക്രമം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകിയിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ മികച്ച രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പ്രധാനമായും പറയുകയാണ് എങ്കിൽ പല കഷ്ടപ്പാടുകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾക്കും അത് സാധ്യമാകും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഭർത്താവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശത്രുക്കൾ ശക്തരാകുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് അവരെ അശക്തരാക്കുവാൻ സാധിക്കും. ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ ചിന്തിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാലാണ് ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കൂ. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഈ സമയം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ഒരു കാര്യം കൂടി ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ തടസ്സങ്ങൾ മാറുന്നതിനോടൊപ്പം ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം അത്തരം കാര്യങ്ങളും ശുഭകരമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾ ഒരു കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അനാവശ്യമായ തിടുക്കം, ടെൻഷനോടെ പല കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ, നഷ്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഒരു വ്യക്തിയെയും അമിതമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. അതും നിങ്ങൾക്ക് നഷ്ടത്തിന് കാരണമാകാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം പരമശിവനെയും ലക്ഷ്മി ദേവിയെയും നിങ്ങൾ ആരാധിക്കുക. അഥവാ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതായ സമയമാകുന്നു. ശുക്ര സംക്രമത്താൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയുന്നതാകുന്നു. ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അതല്ല മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അത് പലവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ലോൺ, ചിട്ടി, സഹായധനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് രീതിയിലുള്ള ഗുണകരമായ കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങളിലൂടെയുമാകാം. രാജയോഗ സമാനമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ജീവിതത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സന്താനങ്ങൾ, ഭർത്താവ്, അതേപോലെ സഹോദരങ്ങൾ, കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുവാനും അതേപോലെ തന്നെ മറ്റ് യാത്രകൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങൾക്ക് പരിഹാരം വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരും. സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ അകലും. അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നു എന്നതിനാൽ തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ കുടുംബം രക്ഷപ്പെടുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ പോലും വന്നു ചേരാം. കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് നാട്ടിലോ വിദേശത്തോ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അത്തരത്തിൽ മികച്ച സമയമായി തന്നെ ഈ ദിവസങ്ങൾ ശുക്ര സംക്രമത്താൽ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഈ വന്നു ചേർന്നിരിക്കുന്നതായ ഫലങ്ങൾ ശരിയായ രീതിയിൽ തന്നെ തടസ്സങ്ങൾ കൂടാതെ വന്നു ഭവിക്കുവാൻ ലക്ഷ്മി നാരായണന്മാരെയും പരമശിവനെയും നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.